ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വിഷു 2024 ആയിട്ടുള്ള അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രാവശ്യത്തെ വിഷുവിനുള്ള പടക്കങ്ങളാണിത്. നമുക്ക് തുറന്നിട്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. നമ്മളിതൊക്കെ മേടിച്ചിട്ടുള്ള കണ്ണൻ ക്രാക്കേഴ്സ് വന്നിട്ടാണ്, ശിവകാശി കണ്ണൻ ക്രാക്കേഴ്സ്. ഓറിയോ, സ്കൈ ഷോട്ടാണ് ഓറിയോ. ഇതും സ്കൈ ഷോട്ടാണ്, ജയ റൂബിയുടെ ഫോർമുല 1. ഇത് ജയ റൂബിയുടെ സൂപ്പർ നോവ. ഇത് ഗ്രീൻ ചില്ലി സിംഗിൾ സ്കൈ ഷോട്ടാണിത്, ഹൈനയുടെ ശ്രീ സെൽവി പൈറോടെക്കിൻ്റെ സിംഗിൾ സ്കൈ ഷോട്ട്. ഇത് നമ്മുടെ കുരുവിയാണ്. ശ്രീയമ്മൻ്റെ ഗോൾഡൻ ചെയിൻ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് അടുത്ത് വെച്ച് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സാധനം എന്താണെന്ന് കിട്ടും. ഞാൻ എന്തായാലും ക്ലോസപ്പ് കാണിക്കാം. ഓക്കെ, 2 ഐറ്റമാണിതാ. ഒന്ന് ഈ ഗോൾഡൻ ചെയിൻ എന്ന് പറയുന്നത്, പിന്നെ ഒന്നതാ ശ്രീയമ്മൻ്റെ വെബ് കോയിൻ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമ്മുടെ ടോം ആൻഡ് ജെറി ഉണ്ടത്. കളറാണത്, ഫൗണ്ടൈൻ ടൈപ്പ് സാധനമാണ് ടോം ആൻഡ് ജെറി. ഇത് നമ്മുടെ ലക്ഷ്മിക്ക് പകരമുള്ള വേറൊരു സാധനമാണ്, ഗോൾഡൻ ഹോഴ്സ് ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ജയം നാരായണ ഫയർവർക്സ്. അതായത് 10 ഒരു ബണ്ടിൽ 5 എണ്ണം വീതമുള്ള. പിന്നെ അടുത്ത സ്കൈ ഷോട്ട് സിംഗിൾ വൈൽഡ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് 1 പീസ് സിംഗിൾ ഷോട്ടാണ്. ഇനി നമുക്ക് അടുത്ത ഐറ്റം സരസ്വതി മെഗാ ഡീലക്സ് സരസ്വതി. 5, 6, 7, 8 10 തന്നെ ബണ്ടിൽ. കുറച്ച് അത്യാവശ്യം ഡബിൾ പൈയാണ് വരുന്നത്. സൺഫീസ്റ്റ് റെഡ് ആൻഡ് ഗ്രീൻ, ചിക്ക് പൊട്ട് പോലത്തെ ഒരു ഐറ്റം സൺഫീസ്റ്റ് എന്ന് പറഞ്ഞത്. സൺഫീസ്റ്റ് കുറച്ചുണ്ട്. സൺഫീസ്റ്റാണ് അതൊക്കെ വരുന്നത്. ജെല്ലിക്കട്ട് പ്ലൈയാണ്, സിംഗിൾ. അതായത് 5 എണ്ണം 25 പീസുള്ളൂ ജെല്ലിക്കട്ട്.
ജെല്ലിക്കട്ടാണ്. ഇത് ഫ്ലവർ പോട്ട് ഡീലക്സ്. സൺഫീസ്റ്റ്. ഇത് നമ്മുടെ ഗ്രീൻ ബോംബാണ്, ഹൈഡ്രജൻ ബോംബ്. അതിൻ്റെ ഒരു ബോക്സ്. ഇത് ഫ്ലവർ പോട്ടാണ്, ശ്രീ രാജ്ഗുരു ബിഗ് ഫ്ലവർ പോട്ടിൻ്റെ ഒരു ബണ്ടിൽ. അത് കഴിഞ്ഞ് വീണ്ടും ശ്രീ രാജ്ഗുരു. നമ്മുടെ നിലച്ചക്രാണ്, സ്പെഷ്യൽ ചക്ര. 3 ബോക്സ് അല്ല, 1 2 3 4 5 ബോക്സ് ഉണ്ട് കേട്ടോ. 5 ബോക്സ് സ്പെഷ്യൽ ചക്രാസ്. പിന്നെ വീണ്ടും കുരുവി 25 എണ്ണം, 5 5 5. ഓക്കെ. ഉള്ളത് നമ്മൾ കഴിഞ്ഞ വിഷുവിനുണ്ടായിരുന്ന സാധനം തന്നെ, ബട്ടർഫ്ലൈ, ഡാൻസിങ് ബട്ടർഫ്ലൈ. 2 ബോക്സ് ഉണ്ട്. കളർ കഴിഞ്ഞിട്ടില്ല. ഹോട്ട് സോസ് മെഗാ ഡിസ്പ്ലേ ആണ്. ഓക്കെ. ഇത് മാലപ്പറകാണ് കേട്ടോ, 3 സെൻറ്റ്. ഇത് ഡിസ്കോ വീലിൻ്റെ ഒരു ബോക്സ്. ഓക്കെ. ഇത് നെൽച്ചക്രത്തിൻ്റെ തന്നെ വേറെ കറങ്ങും. സൺഫീഷിൻ്റെ ഗ്രീൻ. വീണ്ടും സൺഫീസ്റ്റ്. കഴിഞ്ഞ വിഷുവിന് ഡബിൾ ഷോട്ട് മേടിക്കാൻ പറ്റിയില്ല. ഡബിൾ ഷോട്ടിൻ്റെ ഒരു ബണ്ടിലുണ്ട്. സ്പെഷ്യൽ ബീമ ഫ്ലവർ പോട്ട്സ് ആണ്. സ്പെഷ്യൽ ബീമ ഫ്ലവർ പോട്ട്സ്. സൺഫീസ്റ്റ് വീണ്ടും. ഇത് മാലപ്പടക്കം തന്നെ, 3 സെൻറ്റിൻ്റെ മാലപ്പടക്കം. പിന്നെ കുരുവി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രീ വാരിസിൻ്റെ കുരുവിയായിരുന്നു. പ്രാവശ്യം കുരുവി. പ്രാവശ്യത്തെ കുരുവി പൊട്ടിച്ചെന്നെ അറിയണം. ശ്രീവാരിസല്ല, നല്ല കുരുവി ആയാൽ മതിയായിരുന്നു. വീണ്ടും ബട്ടർഫ്ലൈ. എന്താണ്? ഓഹോ, റോക്കറ്റ് ബോംബ്.
വീണ്ടും റോക്കറ്റ് ബോംബ്. വീണ്ടും ഫ്ലവർ പോട്ട്. എടുത്തിട്ട് വെക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ് സത്യപ്പെട്ടിയിൽ. ജയറാമിൻ്റെ 7 കളർ ഷോട്ട് അടിപൊളിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. വീണ്ടും ഫ്ലവർ പോട്ട്. ഫ്ലവർ പോട്ട് കൊണ്ടൊരു കളിയാണ് കേട്ടോ പ്രാവശ്യം. ഇഷ്ടംപോലെ ഫ്ലവർ പോട്ടുണ്ട്. കിറ്റ്കാറ്റ് പിരി 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 എന്നൊക്കെ പറഞ്ഞ കിറ്റ്കാറ്റ്. 2 കിറ്റ്കാറ്റ്. യെസ്, 2 കിറ്റ്കാറ്റ്. ഓക്കെ, ഡിജിറ്റൽ ബോംബ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട് ഡിജിറ്റൽ ബോംബ്. കളർ കൊട്ടി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കളർ കൊട്ടി. മൈ ഗോഡ്. അഗൈൻ പൊക്കിരിക്കുരുവി. ടോം ആൻഡ് ജെറി. അതൊരു ചെറിയ ഫൗണ്ടൈനാണ്. പിന്നെ വീണ്ടും കളർ കൊട്ടി. ഡിജിറ്റൽ ബോംബുണ്ട്. ഡിജിറ്റൽ ബോംബ്. ഇത് ഏരിയൽ ഡിസ്പ്ലേ ആണ്. ഏരിയലല്ല, ഫൗണ്ടൈൻ ടൈപ്പ് സാധനമാണ്. ലിറ്റിൽ ഫിഷ് എന്ന് പറഞ്ഞു. ഒരു പെട്ടിയുടെ റോക്കറ്റ് ബോംബ്. ഇത് വിഷ്ണുവിൻ്റെ മാലപ്പടക്കാണ്. ഇത് എത്രേൻ്റെ ആയിരുന്നു എന്ന് മറന്നുപോയി. മാലപ്പടക്കാണ്. സ്കൈ ഷോട്ടാണ്. ഇത് സ്കൈ ഷോട്ടാണ്. ഇതും സ്കൈ ഷോട്ടാണ്. മോട്ടോർ ബട്ടണിൻ്റെ ചിത്രമൊക്കെയാണുള്ള സ്കൈ ഷോട്ടാണ്. വരിപ്പടക്കം അതൊക്കെ സിംഗിൾ ബിജിലി. 3 സിംഗിൾ റെഡ് ബിജിലി, ഒരു വരിപ്പട്ടാസ്. എന്തായിരുന്നു? ഇത് ഇലക്ട്രിക് സ്റ്റോൺ കേട്ടോ. പെട്ടി ചെറുതായിട്ട് ചളങ്ങിയിട്ടുണ്ട്. ഇലക്ട്രിക് സ്റ്റോൺ. ചക്രം ബിഗ്. ചക്ര ബിഗ് ഗ്രൗണ്ട്. ഇതിനൊരു അന്ത്യമില്ലേ. വീണ്ടും ഇലക്ട്രിക് സ്റ്റോൺ. നമ്മളെ ക്ലാസിക് ബോംബിൻ്റെ വേറെ കേട്ടോ.
പിന്നെ ക്രാക്ലിംഗ് സ്പാർക്ലർ, അതായത് നമ്മളെ തെറിക്കുന്ന കമ്പിത്തിരി ഒന്ന്. പിന്നെ ഇലക്ട്രിക് സ്പാർക്ലർ വേറൊന്ന്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ക്രാക്ലർ തന്നെയാണ്, വീണ്ടും ക്രാക്ലർ. പിന്നെ ഓക്കെ, ഇപ്രാവശ്യം സ്കൂബി ഡൂബി വന്നിട്ടുണ്ട്. സ്കൂബി ഡൂബി സ്കൂബി ഡൂബി സ്കൂബി ഡൂബി ഡൂബി ഡൂ. ടോം ആൻഡ് ജെറി, റെഡ് ബിജ്ലി കണ്ണം കരയുന്ന ശബ്ദമാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, നല്ല അത്യാവശ്യം നല്ല മത്താപ്പുമാണ്, കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഹലോ ഫ്രണ്ട്സ്, ഇത് ഓൾറെഡി ഷൂട്ട് ചെയ്തായിരുന്നു, പക്ഷേ മെമ്മറി ഫുള്ളായിട്ട് ഇതൊന്നും റെക്കോർഡായില്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും ബാക്കിയുള്ള പടക്കമൊക്കെ വീണ്ടും പെട്ടിയിലോട്ട് എടുത്തിട്ട് ഒന്നുകൂടെ റീഷൂട്ട് ചെയ്യുകയാണ്. അപ്പം ചിലപ്പം വന്ന് തന്നെ റിപ്പീറ്റ് വരാം, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ മെൻഷൻ ചെയ്യും. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഇൻഡിവിജ്വലായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റായിട്ട് വരുന്നത് പോപ്പ് ഹോട്ടാണ്. പോപ്പ് ഹോട്ട് ഇത് പെൻസിലാണ് കേട്ടോ, വേൽമുത്തുവിൻ്റെ പെൻസിൽ. ഓക്കെ, നെക്സ്റ്റ് ഗ്രൗണ്ട് ചക്ര. ഇത് ബ്രാൻഡ് വന്നിട്ടുള്ളത് ജയം. ഇത്തവണയും പെൻ്റെ ഉണ്ട്. പെൻ്റയ്ക്ക് ഒരു മാറ്റമുള്ളത്. പെൻ്റ സ്കൈ ഷോട്ടാണ് പെൻ്റെ വരുന്നത്. ഇത് ഓപ്പണാണത്, 5. കഴിഞ്ഞ പ്രാവശ്യത്തെ പെൻ്റെ അടിപൊളിയായിരുന്നു, നമ്മൾ പൊട്ടിച്ച്. പിന്നെ ചെറിയ ഡീലക്സ് 24-ൻ്റെ ചെറുത് കേട്ടോ, ചെറിയ ഒരു ഡീലക്സ് ഉണ്ട്, 2 മേടിച്ചിട്ടുണ്ട്. ടഗ് ഓഫർ DMT എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റൊക്കെ മെൻഷൻ ചെയ്യാം. പിന്നെ വരിപ്പട്ടാസ്, പിന്നെ ബട്ടർഫ്ലൈ വീല്, കുറച്ച് മേടിച്ചിട്ടുണ്ട് ബട്ടർഫ്ലൈ വീല്. പിന്നെ ജപ്പാൻ ബർഗർ പെൻസിൽ. ക്രാക്ലേഴ്സൊക്കെ അടിയിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ പെട്ടി തല കുത്തനെ തുറന്നത്, ഒന്നൊക്കെ മുകളിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താ ശ്രീവാരുവിൻ്റെ ആണ് ഇലക്ട്രിക് സ്പാർക്ലർ 12 സെൻറ്റിമീറ്റർ. പിന്നെ ശ്രീവാരുവിൻ്റെ തന്നെ ക്രാക്ലിംഗ് സ്പാർക്ലേഴ്സാണ്, അത്യാവശ്യം നല്ലതാണ്, 12 സെൻറ്റിമീറ്റർ. പിന്നെ ഇതും ശ്രീവാരുവിൻ്റെ തന്നെ ക്രാക്ലിംഗ് സ്പാർക്ലർ 15 സെൻറ്റിമീറ്റർ കേട്ടോ. ഇതും ശ്രീവാരുവിൻ്റെ തന്നെ ക്രാക്ലിംഗ് സ്പാർക്കളാണ്. അത് 2 ബോക്സ് മേടിച്ചിട്ടുണ്ട്, 5 വെച്ചിട്ടുള്ള ബോക്സാണ് വരുന്നത്. പിന്നെ ശ്രീവാരുവിൻ്റെ ഇത് വെട്ടി നമ്മുടെ തലവത്തിന് വെച്ചതിനെ കൊണ്ട് കുറച്ച് ഇതായി പോയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതുന്നു. ഇതും ഇലക്ട്രിക് സ്പാർക്ലറാണ് വരുന്നത്. പിന്നെ റെഡ് 30 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ 30 സെൻറ്റിമീറ്ററിൻ്റെ ക്രാക്ലിംഗ് സ്പാർക്ലറും ഉണ്ട്. പിന്നെ 100 ഡീലക്സ് കേട്ടോ, ചെറിയ സെറ്റ് മാലപ്പുറക്കം ഇതാണ് വരുന്നത്. പിന്നെ റോയൽ ഗോട്ടിൻ്റെ മത്താപ്പ് 2 പെട്ടി. ഇത് ശരിക്കും മത്താപ്പ് അടിപൊളിയാണ് കേട്ടോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അത്യാവശ്യം നല്ല കളറുള്ള ബ്രാൻഡാണ് റോയൽ ഗോട്ടിൻ്റെ.
നല്ല ബ്രാൻഡാണ് റോയൽ ഗോട്ട്. പിന്നെ ഉള്ളത് റെഡ് ബിജ്ലി. റോയൽ ഗോട്ടിന് തന്നെ ചെറിയ ടൈപ്പ് മത്താപ്പ്. പ്രാവശ്യം പാമ്പ് ഗുളിക നമ്മൾ മേടിച്ചിട്ടില്ല. പിന്നെ 30 സെൻറ്റിമീറ്ററിന് തന്നെ ശ്രീവാരുവിൻ്റെ ഇലക്ട്രിക് സ്പാർക്ലർ. ഇലക്ട്രിക് സ്പാർക്ലർ എനിക്ക് നല്ല ഇഷ്ടമാണ്. ശരിക്കും നല്ല തെറിക്കുന്ന കാണാൻ നല്ല രസമാണ്. പിന്നെ ക്രാക്കിംഗ് സ്പാർക്ലറുണ്ട് 30 സെൻറ്റിമീറ്റർ. നമ്മൾ നേരത്തെ കണ്ട ടോം ആൻഡ് ജെറി അടിയിലുണ്ട്. പിന്നെ വിസിലിംഗ് റോക്കറ്റ് അതിന് കെട്ടി പൊട്ടിയിട്ടുള്ളതാ. ഇതെന്താ വരുന്ന വിസിലിംഗ് റോക്കറ്റ്? ഭീമ ആണ് ബ്രാൻഡ്. പിന്നെ അശോകയുടെ ഫ്ലവർ പോട്ട്സ്, ഹർഷാസ് ഫ്ലവർ പോട്ട്സ്. അശോക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ നേരത്തെ കണ്ടത്. പിന്നെ വീണ്ടും ശ്രീവാരൻ്റെ ക്രാക്ലിംഗ് സ്പാർക്ലർ 12 സെൻറ്റിമീറ്റർ, അല്ല സോറി 10 സെൻറ്റിമീറ്റർ. ഓക്കെ. പിന്നെ കിങ് കോങ്. ഇത് എനിക്ക് തോന്നുന്നു ലൈൻ ഗണ്ണാണ് തോന്നുന്നു. ലൈൻ ഗണ്ണല്ല, സോറി ഗ്രീൻ ഗണ്ണ്, ഗ്രീൻ ബോംബിൽ പെട്ടയാണ് കിങ് കോങ്. പിന്നെ അടുത്ത പെൻസിലാണ്, വാട്ടർഫോൾ എന്നുള്ള പേരിൽ ശ്രീ സർഗുരുവിൻ്റെ. പിന്നെ അശോകയുടെ വീണ്ടും. പിന്നെ 30 സെൻറ്റിമീറ്റർ ഗ്രീൻ സ്പാർക്ലർ. പിന്നെ 2 ബട്ടർഫ്ലൈ റെഡ് ബിജ്ലി. ഇത് കാശിയാണ് ബ്രാൻഡ്. കാശി ബ്രാൻഡിൻ്റെ റെഡ് ബിജ്ലി ആട്ടോ വരുന്നത്. പിന്നെ റോയൽ ഗോട്ടിൻ്റെ ഗോൾഡൻ ക്ലാസിക് 2 ബോക്സ്. പിന്നെ ഇലക്ട്രിക് സ്പാർക്ലറും. പിന്നെ ക്രാക്ലിംഗ് സ്പാർക്ലർ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഷു 2024 മേടിച്ചിട്ടുള്ള പടക്കങ്ങൾ. നമുക്കിതിൻ്റെ ടെസ്റ്റിംഗ് ഇനി അടുത്ത വീഡിയോസിൽ കാണാം. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഐറ്റംസ് എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പം വീഡിയോ ഇനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.